എല്ലാവർക്കും നമസ്കാരം. ആർട്ട് ആൻഡ് ആനിമേഷൻ എന്ന ചാനലിലെ ബ്ലെൻഡറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ നാളുകൾക്ക് ശേഷമാണ് ബ്ലെൻഡറിൻ്റെ ഒരു വീഡിയോ ഈ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. നമുക്കിന്ന് ഈ വീഡിയോയിൽ ഈ ബ്ലെൻഡറിൻ്റെ വെർഷൻ 3.1 ശേഷം വന്ന 3 അല്ലെങ്കിൽ 3ക്ക് ശേഷം വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ ജോമെട്രി നോട്ട്സ് എന്ന് പറയുന്ന ഒരു സംഭവം. അത് നമ്മളിവിടെ ഈ ലേഔട്ട്, അതുപോലെ മോഡലിംഗ്, സ്കൾപ്റ്റിംഗ്, UV എഡിറ്റിംഗ് തുടങ്ങിയ ടാബുകളുടെ അല്ലെങ്കിൽ ആ ഒരു ലേഔട്ടിൻ്റെ കൂടെ തന്നെ നമുക്കിവിടെ ജോമെട്രി നോട്ട്സ് എന്ന ഒരു പുതിയ ടാബ്, ഒരു ലേഔട്ട് കൂടി വന്നിട്ടുണ്ട്. എന്താണ് ഈ ജോമെട്രി നോട്ട്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു മാത്തമെറ്റിക്കൽ ഫങ്ഷനാണ്, കണക്കിൻ്റെ കളികളാണ്. സാധാരണയായി നമ്മൾ ഒരു ആർട്ടിസ്റ്റിക് സ്കില്ലോടുകൂടി ബ്ലെൻഡർ സമീപിക്കുമ്പോൾ നമുക്ക് മോഡലിംഗ്, ടെക്സ്ചറിങ്, ലൈറ്റിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്കൊരു പ്രോജക്റ്റിലേക്ക് പോകുമ്പോൾ വളരെ അവിശ്വസനീയമായ തരത്തിലുള്ള, അതായത് ഒരിക്കലും നേരിട്ട് ചെയ്തെടുക്കുവാൻ സാധിക്കാത്ത അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ഈ ജോമെട്രി നോട്ട്സ്, അതിൻ്റെ പോസിബിലിറ്റീസ് വളരെ ഇൻഫിനിറ്റിയാണ്. പക്ഷേ ഈ ഒരു ആദ്യമേ തന്നെ പറയട്ടെ, ഇത് ഒരല്പം മാത്തമെറ്റിക്കൽ സ്കില്ലുള്ളവർക്ക് ഇത് വളരെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ സാധിക്കും, അവർക്ക് അതിൽ കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. എങ്കിലും നമുക്ക് അങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ പറ്റത്തില്ല. എന്താണ് ഈ സംഭവം എന്ന് നോക്കാം. നമുക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടുവാനായിട്ടൊരു ബേസിക് ആയിട്ടുള്ള ഒരു ട്യൂട്ടോറിയലാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇപ്പോൾ അതുപോലെ ഒരു സ്ക്രീൻ, ഇവിടെ നമ്മുടെ ഒരു ക്യൂബ് സ്ക്രീനിലുണ്ട്. നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ ഇതിൻ്റെ കീബോർഡ് ഷോർട്ട് കട്ടൊക്കെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ക്യൂബിൽ ഈ ജോമെട്രിക് നോട്ട്സ് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ആക്ച്വലി ഈ ബ്ലെൻഡറിൻ്റെ ഈ ചാനലിൽ തന്നെയുള്ള പ്ലേലിസ്റ്റിൽ കയറിയാൽ പഴയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതൊക്കെ ഫോളോ ചെയ്ത് വന്നവർക്ക് എളുപ്പമായിരിക്കും. ആദ്യമായി കാണുന്ന ഒരു വ്യക്തികൾക്ക് ഈ ബ്ലെൻഡർ കൂടുതൽ മനസ്സിലാക്കുവാനായി നിരവധി വീഡിയോകൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടതിന് ശേഷം ഇതിലേക്ക് വരാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ജോമെട്രിക് നോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു മോഡിഫയറാണ്. നമുക്കിവിടെ ഈ വലത് ഭാഗത്തുള്ള ഈ ഒരു ടാബിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ നിരവധി സംഭവങ്ങൾ കാണാം. ആ കൂട്ടത്തിൽ നമുക്ക് മോഡിഫയർ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ആഡ് മോഡിഫയർ കൊടുക്കുകയാണെങ്കിൽ പല ടൈപ്പിലുള്ള മോഡിഫയേഴ്സ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ആ ടൈപ്പിലുള്ള ഒരു മോഡിഫയറാണ് ആക്ച്വലി ഈ ജോമെട്രിക് നോട്ട്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഈ ജോമെട്രി നോട്ട്സ് എന്ന ഈ ഒരു മോഡിഫയർ ഇതിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ ഒരു മോഡിഫയർ വന്നതായിട്ട് കാണാം. പക്ഷേ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. നമുക്ക് ഇവിടെ ഈ മോഡിഫയറിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടാബ് വന്നിട്ടുണ്ട്. അവിടെ ന്യൂ എന്ന് കൊടുക്കുമ്പോൾ പുതിയൊരു മോഡിഫയർ വന്നിട്ടുണ്ട്. ആ മോഡിഫയറിൽ നമുക്കിവിടെ പേര് ടൈപ്പ് ചെയ്യാം. ഈ മോഡിഫയറിന് ഒരു പേര് ടൈപ്പ് ചെയ്യാം. പക്ഷേ ഇവിടെ ഒന്നും കാണുന്നില്ല. ഇതെന്താണ് സംഭവം എന്ന് നോക്കുകയാണെങ്കിൽ ഇത് ശരിക്കും ഇതിനായിട്ട് നമ്മൾ ഇതിൻ്റെ ലേഔട്ട് ഈ പറയുന്ന ജോമെട്രി നോഡ് എന്ന് പറയുന്ന ഈ ഒരു ലേഔട്ടിലേക്ക് മാറുമ്പോഴാണ് ഇതിൻ്റെ നമ്മുടെ നേരത്തെ മെറ്റീരിയലിലൊക്കെ പഠിച്ചതുപോലുള്ള നോഡുകളുള്ള ഒരു സംവിധാനം വരും. ഇവിടെ നമുക്കിതിൻ്റെ കുറച്ച് ഇൻഫോ വാല്യൂസൊക്കെ ഉണ്ട്. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നോക്കാം. ഇതിനെ ഞാൻ ഇപ്പോഴേ ഈ ഒരു ഭാഗത്തെ ലേഔട്ടിനെ അങ്ങ് ഈ ഭാഗത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ജോയിൻ ലെഫ്റ്റ് എന്ന് കൊടുത്ത് അതിനെ അവിടെ ഞാനങ്ങ് ജോയിൻ ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ജോമെട്രിക് നോഡ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ ജോമെട്രിക് നോഡ് നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് 2 സെക്ഷനുണ്ട്. ഒരു സെക്ഷൻ ഈ ഭാഗത്ത് ലെഫ്റ്റ് ഭാഗത്ത് ജോമെട്രിയുടെ ഇൻപുട്ടും അതുപോലെ റൈറ്റ് സൈഡിൽ ജോമെട്രിയുടെ ഔട്ട്പുട്ടുമാണ് ഉള്ളത്. അതായത് ഇവിടെ നിന്നും ഈ പറയുന്ന ഔട്ട്പുട്ട് നമ്മൾ കാണുന്നതിനിടയ്ക്ക് ഈ കാണുന്ന ലൈനിൽ നമുക്ക് നിരവധി സംഭവങ്ങൾ കൂട്ടിച്ചേർക്കുക, അതിനെ തമ്മിൽ കണക്ട് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുക, പല സംഭവങ്ങളെല്ലാം ഈ ഭാഗത്ത് ചേർത്ത് കഴിയുമ്പോൾ അതെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഇവിടെ ഒരു ഔട്ട്പുട്ട് വരും. ഇതാണ് ഈ ജോമെട്രി നോട്ട്സിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി ഒന്ന് ഓൺ ചെയ്ത് വെക്കേണ്ടതുണ്ട്. അതുകൂടി ചെയ്താൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് ഈ പറയുന്ന ഭാഗങ്ങളിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ എഡിറ്റിൽ പ്രിഫറൻസിലേക്ക് വന്നിട്ട് നമുക്കിവിടെ ഈ ആഡ് ഓൺസിൽ ഈ മുകൾ ഭാഗത്തൊന്ന് സെർച്ച് ചെയ്യുക. നോഡ് റാംഗ്ലർ NODEWRA എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സംഭവം കാണിക്കും. ഞാനിവിടെ ടിക്ക് ചെയ്തിട്ടുണ്ട്, അതായത് ഓൺ ആക്കിയിട്ടുണ്ടെന്നർത്ഥം. ഇങ്ങനെ ഒരു ആഡ് ഓൺ ആണ്. അപ്പോൾ അത് ഞാനിവിടെ ഓൺ ആക്കി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളത് ഈ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സേവ് പ്രിഫറൻസ് കൂടി കൊടുക്കുക. എങ്കിൽ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത്
ഈ ഒരു സംഭവം കൂടി ഇതിനകത്ത് ലോഡായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി എൻ്റെ മെഷീനിൽ ഞാൻ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ലൈൻസൊക്കെ കണക്ട് ചെയ്യാനും കുറേ ഷോർട്ട് കട്ട്സൊക്കെ അതിൽ വർക്ക് ചെയ്യും. ഓക്കെ, ഇനി കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, കാര്യത്തിലേക്ക് കിടക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ക്യൂബിന് മുകളിൽ നിരവധി പഞ്ചസാര തരികൾ പോലെ പറ്റി പിടിച്ചിരിക്കുന്ന കുറേ വസ്തുക്കൾ ഈ ക്യൂബിന് മുകളിലേക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നോർമലി നമ്മളത് ചെയ്യുകയാണെങ്കിൽ ആ വസ്തുക്കൾ ഇവിടെ കൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്ത് ഇവിടെ എല്ലാം ഘടിപ്പിക്കേണ്ടി വരും. അത് നമുക്ക് പക്ഷേ ജോമെട്രി നോട്ട്സിൽ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഈ ജോമെട്രി നോട്ട്സിൽ നമ്മൾ ആഡ് ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഈ മെനുവിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ വരും. അത് നമുക്ക് നേരത്തെ പല വീഡിയോകളിലും പറഞ്ഞതുപോലെ ഷിഫ്റ്റ് എ എന്ന് പ്രസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സംഭവങ്ങളൊക്കെ വരും. അപ്പോൾ ഇതിൽ ഓരോന്നിൽ നോക്കുകയാണെങ്കിൽ പല തരത്തിലുള്ള ആട്രിബ്യൂട്ട്സുകൾ ഇങ്ങനെ ഒരുപാട് വാല്യൂസൊക്കെ ഇവിടെ ഉണ്ട്. ഇതെല്ലാം നന്നായിട്ട് പഠിച്ച് മാസ്റ്റർ ചെയ്ത് ഇതിൻ്റെയൊക്കെ ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ അപ്ലൈ ചെയ്യുവാൻ കഴിവ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ വളരെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാം. പക്ഷേ ഇതൊരു ബേസിക് ട്യൂട്ടോറിയലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ചെയ്യുന്നത് ഇൻസ്റ്റൻസ് എന്നിങ്ങനെ കൊടുക്കുകയാണ്. അത് ഇൻസ്റ്റൻസ് ഓൺ പോയിൻറ്റ്സ് എന്നുള്ള ഒരു സംഭവമാണ് ഞാനിവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് എടുക്കുന്നത് ഷിഫ്റ്റ് എ ഒന്നുകൂടി പ്രസ് ചെയ്യുക. നമുക്കിവിടെ ഇൻസ്റ്റൻസസ് ഉണ്ട്, അതുപോലെ പോയിൻ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇപ്പോൾ എടുക്കുന്നത് ഈ പോയിൻ്റാണ്. ഈ പോയിൻറ്റിൽ ഞാൻ എടുക്കുന്നത് ഡിസ്ട്രിബ്യൂട്ട് പോയിൻറ്റ് ഓൺ ഫേസസ്. ഡിസ്ട്രിബ്യൂട്ട് പോയിൻറ്റ്സ് ഓൺ ഫേസസ്, അതായത് പോയിൻറ്റ്സ് ഓരോ ഫേസുകളിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, വിതറുക എന്നുള്ള ഒരു നോഡിനെയാണ് ഞാനിവിടെ എടുക്കുന്നത്. ഞാൻ ഈ നോഡൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിത് എങ്ങനെ മൂവ് ചെയ്ത് ഈ നമ്മുടെ ഈ ഗ്രീൻ ലൈനിൻ്റെ ഇടയ്ക്ക് ഇത് കൊണ്ടുവരുമ്പോൾ അത് വൈറ്റ് ആവുന്നത് കാണാം. അപ്പോൾ ആ സമയത്ത് അതിനർത്ഥം അവിടെ കണക്റ്റ് ആകും എന്നാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കണക്റ്റ് ആവുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം ജോമെട്രിയിൽ നിന്ന് നേരെ ഈ ഒരു നോഡിൻ്റെ മെഷിൻ്റെ ഭാഗത്തേക്ക് ഒരു കണക്ഷൻ വന്നു. അതിൻ്റെ ഔട്ട്പുട്ട് ആ പോയിൻറ്റ്സിൽ നിന്ന് നേരെ ജോമെട്രി. അപ്പോൾ നമുക്ക് എപ്പോഴും കിട്ടുന്നത് ഈ അവസാനത്തെ ഔട്ട്പുട്ടാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ നേരത്തെ ക്യൂബ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണാനില്ല. പകരം ഈ ക്യൂബിൻ്റെ ഫേസുകളിൽ ഒരുപാട് പോയിൻറ്റ്സ് വന്നു. നമുക്കിതിൻ്റെ ഡെൻസിറ്റി ഇവിടെ കൂട്ടുന്നതനുസരിച്ച് കണ്ട ഒരുപാട് പോയിൻറ്റ്സ് വരും. ഇപ്പോൾ നമ്മൾ എന്നിട്ട് പഴയതുപോലെ ഈ ക്യൂബിനെ അനിമേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ഈ പോയിൻറ്റ്സ് ആയിരിക്കും നമുക്ക് കാണുന്നത്. നമ്മളിവിടെ ഒന്ന് റെൻഡർ ചെയ്ത് നോക്കാം. ഈ മോൾ ഭാഗത്ത് റെൻഡർ ചെയ്ത് നോക്കുമ്പോൾ റെൻഡറിങ്ങിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ഇങ്ങനെ പോയിൻറ്റ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ റെൻഡറിൻ്റെ ഓപ്ഷനിൽ നമ്മളിവിടെ വരികയാണെങ്കിൽ നമുക്ക് EV ആണ് കിടക്കുന്നത്. അത് നമ്മൾ സൈക്കിൾസിൽ നോക്കാം. സൈക്കിൾസിലും ഇത് കാണിക്കുന്നുണ്ട്. ഓക്കെ, EV തന്നെ ഇരിക്കട്ടെ. പക്ഷെ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന പോയിൻറ്റ്സ്, അതായത് ഇങ്ങനെ ഇരിക്കുന്ന കുറേ പോയിൻറ്റ്സ് അല്ല എനിക്ക് വേണ്ടത്. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു വസ്തു ഇതിൻ്റെ മുകളിലേക്ക് ചെതറി കിടക്കുന്ന രീതിയിൽ വരണം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു പ്രതലം, ഒരു വലിയൊരു പിന്നെ ഗ്രൗണ്ടിൻ്റെ മുകളിൽ പാറക്കല്ലുകൾ പലതരത്തിൽ റാൻഡമായിട്ടൊക്കെ കിടക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം എനിക്ക് സ്കാറ്റർ ചെയ്ത് സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പോയിൻറ്റ്സ് മാത്രം കാണിച്ചാൽ പറ്റത്തില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന വസ്തു കൂടി അതിലേക്ക് വരണം. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്, നമുക്കിപ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ട് പോയിൻറ്റ്സ് ഓൺ ഫേസസ് എന്നുള്ളൊരു ഓപ്ഷനാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനായി ഞാനൊരു പുതിയ നോഡിനെ കൂടി, ആ നോഡ് ഞാനിവിടെ ഷിഫ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ വരുന്നു. ആ ഒരു മെനുവിൽ നിന്നും ഇൻസ്റ്റൻസസ്, അതിനകത്ത് ഇൻസ്റ്റൻസ് ഓൺ പോയിൻറ്റ്സ്, അതായത് ഈ ഇരിക്കുന്ന പോയിൻറ്റുകളിലെല്ലാം ഒരു ഇൻസ്റ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കോപ്പി അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സംഭവം അവിടെ വരിക എന്നുള്ളൊരു നോഡാണ്. ഈ നോഡിനെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇതിനിടയിലേക്ക് ഞാൻ കൊണ്ടുവന്ന് ഇങ്ങനെ കണക്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളിങ്ങനെ നോക്കുമ്പോഴേക്കും ഇങ്ങനെ ഈ കണക്ഷൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ജോമെട്രിയിൽ നിന്നും നമ്മൾ ഈ ഒരു നോഡിലേക്ക് വന്നു. അപ്പോൾ ഞാൻ അല്പം നേരത്തെ പറഞ്ഞിരുന്നു, നോഡ് റാംഗ്ലർ എന്ന ഓപ്ഷൻ ഓൺ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം അത് നമുക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഈ ഒരു ലൈനിനെ നമുക്ക് പിന്നീട് വേണ്ട അല്ലെങ്കിൽ വേറൊന്നുമായി കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ പച്ച ഡോട്ടിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഡിറ്റാച്ച് ആവും. ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അറ്റാച്ച് ആവും. അപ്പോൾ നമുക്ക് ഈ നോഡ് റാംഗ്ലർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പലതരത്തിലുള്ള ഷോർട്ട് കട്ടുകൾ ഇവിടെ അപ്ലൈ ആകും. ഒരു ഉദാഹരണത്തിന് ഞാനിവിടെ കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഇതിനെ കട്ട് ചെയ്യാം. അത് ഒരു ഓപ്ഷനാണ്. അത് വഴിയെ ഇനി അങ്ങോട്ട് പറയുമ്പോൾ കൂടുതൽ ഓപ്ഷൻസ് ആ സമയത്ത് പറയാം. വേറൊന്ന്, ഞാൻ ഈ ഷിഫ്റ്റും ഓൾട്ടും പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കിയാൽ ഈ അതായത് ഞാൻ ആരെയാണോ ക്ലിക്ക് ചെയ്യുന്നത് അയാളെ മാത്രം ഔട്ട്പുട്ടിൽ കാണിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സംഭവം മാത്രം കാണിക്കും, ഇതൊന്നും കാണിക്കത്തില്ല. ഇവിടെ നേരിട്ടൊരു ബന്ധം കാണിക്കുക. വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഇതിനെ മാത്രം കാണിക്കും. ഞാൻ വീണ്ടും ഈ ഗ്രൂപ്പ് ഔട്ട്പുട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പല സംഭവങ്ങളും നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു നോഡ് ഇവിടെ ഇൻസ്റ്റൻസ് ഓൺ പോയിൻറ്റ്സ് എന്നുള്ള നോഡ് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമ്മുടെ സ്ക്രീനിലൊന്നുമില്ല.
അതായത് നേരത്തെ നമുക്കിവിടെ ഇൻസ്റ്റൻസ് ഉണ്ടായിരുന്നു, അത് ഓക്കെ സെക്കൻഡ് നോഡിൽ ക്ലിക്ക് ചെയ്ത് അത് കഴിഞ്ഞു. പക്ഷേ ഈ നോഡ് ഇവിടെ നോക്കുമ്പോൾ ഇത് വന്നതിന് ശേഷം അത് കാണുന്നില്ല. അപ്പോൾ ഈ നോഡ് പറയുന്നത് ഈ നമ്മൾ നേരത്തെ പോയിൻറ്റ്സ് ആയിട്ട് വെച്ച ആ ഇൻസ്റ്റൻസുകളിലൊക്കെ ഒരു ജോമെട്രി നമുക്ക് അവിടെ കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ആ ഒരു നോഡ് വന്നിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ഇവിടെ വേറെ ജോമെട്രി ഒന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ വ്യൂ പോർട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഷിഫ്റ്റ് എ പ്രസ് ചെയ്ത് ആഡ് എന്നുള്ള ഓപ്ഷനിൽ മെഷിൽ നിന്ന് ഞാനിപ്പോൾ ഒരു ടോറസിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതായത് ഒരു ടോറസ് ഇവിടെ വന്നു. അപ്പോൾ ടോറസ് ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷേ നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കുക, ഈ ടോറസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജോമെട്രി നോട്ട്സിലൊന്നും കാണിക്കുന്നില്ല. അതേസമയം നമ്മുടെ ഈ ഔട്ട്ലൈനറിൽ വന്നിട്ട് ഞാൻ ക്യൂബിനെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ക്യൂബിൻ്റെ ആ ജോമെട്രി നോട്ട്സൊക്കെ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ജോമെട്രി നോട്ട്സ് ഈ ക്യൂബ് എന്നുള്ള സെക്ഷനിൽ മാത്രമാണ് ആഡ് ആയിട്ടുള്ളത്. നമുക്ക് ഇതേ ജോമെട്രി നോട്ട്സിനെ ഒരു ജോമെട്രി നോട്ട്സിനെ തന്നെ ഒരുപാട് സ്ഥലത്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഇതിൻ്റെ പേര് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ടെസ്റ്റ് 1 എന്ന് മാറ്റുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ടെസ്റ്റ് 1 എന്നുള്ള ഒരു ജോമെട്രി നോഡാണ് ഇവിടെ അപ്ലൈ ആയിരിക്കുന്നത്. അതേസമയം ഈ ടോറസ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തു. ടോറസിൻ്റെ സൈസ് ഞാൻ കുറച്ച് സ്കെയിൽ ചെയ്ത് ഇങ്ങനെ വയ്ക്കാം. ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ടോറസ് ആയിരിക്കണം ഈ പറയുന്ന ഈ ക്യൂബിൻ്റെ നേരത്തെ വരുന്ന ഇൻസ്റ്റൻസിലൊക്കെ വരേണ്ടത്. അപ്പോൾ പക്ഷേ നമുക്കിത് ഈ ടോറസ് ഈ പരിപാടിയിൽ അംഗമല്ല. അപ്പോൾ ഞാൻ അതിനെ ഇവിടെ കണക്ട് ചെയ്യാനായിട്ട് ഇതേ നമ്മുടെ ഔട്ട്ലൈനിൽ ഇരുന്ന് ഈ ടോറസിനെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഒന്ന് ഡ്രാഗ് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പറയുന്ന ഈ ലേഔട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത ഉള്ളത്, ഇതിൽ കണക്റ്റ് ആകാത്ത ഒരാളിനെ ഇവിടെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗം റെഡ് കളറിൽ കാണിക്കുന്നുണ്ട്, മറ്റവരെല്ലാം ഗ്രീൻ കളറിലാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വേറൊന്നിനുമല്ല കൊണ്ടുവന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു നോഡ് ഇതിൻ്റെ അറ്റത്തൊരു പച്ച നിറത്തിൽ കാണുന്നുണ്ട്. നമ്മൾ ഒരു നോഡ് മറ്റൊരു നോഡുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആരൊക്കെ തമ്മിൽ കണക്ട് ചെയ്യാമെന്നുള്ളത് ഈ കളർ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് തന്നെ ഈ ജോമെട്രിയെ എടുത്ത് നേരെ ഈ ഇൻസ്റ്റൻസിൽ കണക്ട് ചെയ്യുകയാണ്. അപ്പോഴിവിടെ നിങ്ങൾക്ക് കാണാം ഈ ടോറസ് നേരത്തെ ഇരുന്ന പോയിൻറ്റിൻ്റെ ഭാഗത്തെല്ലാം ഇവിടെ അപ്ലൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് റെൻഡർ വ്യൂ ആണ് കിടക്കുന്നത്. സോളിഡ് വ്യൂവിൽ വരാം, അപ്പോൾ കാണാം, കണ്ടോ? പക്ഷേ ഇങ്ങനെയല്ല എനിക്ക് വേണ്ടത്. പക്ഷേ ഞാൻ ഇതിനെ ഇവിടെ ഇപ്പോൾ ഞാൻ ഇങ്ങനെ സ്കെയിൽ ചെയ്യുകയാണ്. പക്ഷേ സ്കെയിൽ ചെയ്തിട്ടൊന്നും വലിയ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ തന്നെ ഇരിക്കുന്നു. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമുക്കിവിടെ നിങ്ങൾക്കിവിടെ ഒരു ചെറിയൊരു സംഭവം കാണാമല്ലോ. ഇവിടെ നമ്മൾ ഈ എൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഈ ട്രയാങ്കിളിലോ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ മറ്റ് ഈ പറയുന്ന ട്രാൻസ്ഫോം വാല്യൂ ഒക്കെ ഇവിടെ വരും. അവിടെ ഞാനിവിടെ വന്നിട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ സ്കെയിൽ വാല്യൂ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാനിത് ഈ വ്യൂ പോർട്ടിൻ്റെ ഇതേ അവസ്ഥയിൽ ഇപ്പോഴുള്ള ഗ്ലോബൽ സെറ്റിങ്സിൽ വെച്ചിട്ടുള്ള ഒരവസ്ഥയിൽ വലുതാണോ ചെറുതാണോ എന്തായാലും ഇതിനെ ഈ അവസ്ഥയിൽ വെച്ചുകൊണ്ട് ഒന്ന് റീസെറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ, അത് നമ്മൾ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഷോർട്ട് കട്ട് കൺട്രോൾ എ ആണ്. കൺട്രോൾ എയിൽ കൊടുക്കുമ്പോഴേക്കും നമുക്കിവിടെ ഇങ്ങനെ ഒരു അപ്ലൈ എന്നുള്ളൊരു ഓപ്ഷൻ വരും. അവിടെ നമുക്ക് ഈ സ്കെയിൽ എന്നുള്ള വാല്യൂവിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഈ ഒരു വ്യൂ പോർട്ടിൻ്റെ സെറ്റിങ്സിനനുസരിച്ച് ഇതാണ് ഇതിൻ്റെ ഒരു വാല്യൂ ആയിട്ട് വന്നത്. പക്ഷേ എനിക്കിത് കുറച്ചുകൂടി ഒന്ന് ചെറുതാണെന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് അല്പം കൂടി ഒന്ന് സ്കെയിൽ ചെയ്യുകയാണ്. കുറച്ചുകൂടി ചെറുതാക്കി ഒന്നുകൂടി കൺട്രോൾ ചെയ്യാൻ എടുത്തിട്ട് സ്കെയിലൊന്ന് കൊടുത്തു. ഇതൊക്കെ നമുക്ക് കുറച്ചുകൂടി ടെക്നിക്കലി ഒക്കെ ചെയ്യാം. ഞാൻ വളരെ സിമ്പിളായിട്ട് ഒരു സാധാരണക്കാരൻ എങ്ങനെ ഇത് മനസ്സിലാക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇത് പറയുന്നത്. ഒന്നുകൂടി ചെറുതാക്കി നമ്മുടെ ഇവിടെ സ്കെയിൽ വാല്യൂ കീബോർഡിലെ എസ് കൊടുക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ സ്കെയിൽ ചെയ്യാം. സ്കെയിൽ ചെയ്തിട്ട് ഒന്നുകൂടി ഷിഫ്റ്റ് ചെയ്യാൻ കൊടുത്തു, കൺട്രോൾ ചെയ്യാൻ കൊടുത്തു, സ്കെയിൽ കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതാണ് നമുക്കിവിടെ ഇപ്പോൾ കാണാവുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ തന്നെ ഇവിടെ ഇതിൽ നമുക്ക് ഈ റൊട്ടേഷനൊക്കെ നമുക്ക് മാറ്റാം. പക്ഷേ എനിക്ക് മൊത്തത്തിലായിരിക്കും റൊട്ടേഷൻ മാറുന്നത്, കേട്ടോ. അപ്പോൾ ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇതിനെ തിരിച്ച് ക്ലോസ് ചെയ്യാം. അതിന് കീബോർഡിലെ എൻ എന്നുള്ള കീ ഒന്നുകൂടി കൊടുക്കാം, അതങ്ങ് പോകും. അങ്ങനെയല്ല, ഇത് റാൻഡമായിട്ട് ഇവിടെ ചിതറി വരണം. അപ്പോൾ അതിനെന്ത് ചെയ്യാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ നമുക്കിവിടെ ഈ നോഡിൽ തന്നെ ഒരു സംഭവമുണ്ട്, റൊട്ടേഷൻ എന്നൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് റൊട്ടേഷൻ മാറ്റാം. ഈ റൊട്ടേഷൻ മാറ്റുമ്പോൾ നേരത്തെ പോലെ ഒരുമിച്ച് തന്നെയാണ് പോകുന്നത്. അങ്ങനെയല്ല വരേണ്ടത്. അവിടെ ഒരു റാൻഡമായിട്ടുള്ള ഒരു വാല്യൂ ആണ് വരേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഷിഫ്റ്റ് എ പ്രസ് ചെയ്തിട്ട് നമുക്കിവിടെ ഇവിടെ യൂട്ടിലിറ്റീസിൽ വരികയാണെങ്കിൽ റാൻഡം വാല്യൂ എന്നൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ ആ റാൻഡം വാല്യൂ എന്നുള്ള ഓപ്ഷൻ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ നോഡിൻ്റെ ഈ വാല്യൂ എന്നുള്ളതിനെ എടുത്ത് ഞാൻ ഈ റൊട്ടേഷനിൽ കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ അത് കണക്റ്റ് ആവുന്ന സമയത്ത് 0 മുതൽ 1 വരെയുള്ള ഒരു റാൻഡം വാല്യൂ ആണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷേ എനിക്കത് അങ്ങനെയല്ല വരാം, ഇൻഡിവിജ്വലായിട്ടാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ സംഭവിച്ചത്, ഈ റാൻഡം വാല്യൂ എടുക്കുമ്പോൾ
അതിൽ ഇത് മൊത്തത്തിലുള്ള ഒരു വാല്യൂ ആയിട്ടാണ് അത് കണക്കാക്കുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെയല്ല. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ മാത്തമെറ്റിക്കൽ ടേംസിൽ ഇതിൻ്റെ ഓരോ പോയിൻറ്റ്സും സെപ്പറേറ്റ് ആയിട്ട് ഓരോ വാല്യൂവും എടുക്കാനായിട്ട് ഇവിടെ ഈ ഫ്ലോട്ട് എന്നുള്ള ഓപ്ഷൻ മാറ്റിയിട്ട് വെക്റ്റർ എന്നുള്ള ഓപ്ഷനിലേക്ക് പോകുമ്പോൾ നമുക്കിവിടെ ഈ പറയുന്ന റൊട്ടേഷൻ്റെ എല്ലാ വാല്യൂസിനെയും ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് മാറ്റുവാൻ പറ്റും. നേരത്തെ നമ്മൾ ഫ്ലോട്ടാണ് കൊടുക്കുമ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ റൊട്ടേഷൻ നേരിട്ട് 0 മുതൽ 1 വരെയുള്ള ഒരു റാൻഡത്തിനിടയിലാണ് വർക്ക് ചെയ്യുന്നത്. അത് മാറ്റിയിട്ട് ഞാനിവിടെ വെക്റ്റർ എന്ന് കൊടുക്കുമ്പോൾ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് വരും. അപ്പോൾ ആ സമയത്ത് കണക്ഷൻ ഓക്കെ, ആ സമയത്ത് ഇത് ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് ഇവിടെ ഇപ്പോൾ തന്നെ ഇത് പല ഡയറക്ഷനിലിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് എനിക്കിത് ഇവിടെ ഇതിൻ്റെ വാല്യൂസ് എല്ലാം ഇങ്ങനെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഇത് മാറിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിട്ടും. അപ്പോൾ ഇത്രയും സമയം നമ്മൾ നോക്കിയതിൽ നിന്നും ഇത് ഒരു നോർമലി നമുക്കിതൊരു മോഡൽ ചെയ്തെടുക്കുവാൻ സാധിക്കുന്ന ഒന്നല്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ഇത് റെൻഡർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം. നമുക്ക് അതിൻ്റെ ലൈറ്റിങ് ഡീറ്റെയിൽസൊക്കെ വിശദമായിട്ട് കൊടുക്കണം. അതൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് വളരെ തുടക്കക്കാർക്ക്, ഞാൻ ഈ ട്യൂട്ടോറിയൽ നിങ്ങൾ കണ്ട ഇത്രയും സംഭവം ഒരു തുടക്കം എന്നുള്ള നിലയിൽ ഒന്ന് അതുപോലെ തന്നെ ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ നോഡ് റാങ്കുലർ നോഡിനെ നന്നായിട്ടൊന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന്. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കുമ്പോൾ ഇനി നമുക്ക് ഈ നോഡുകളെയൊക്കെ സെപ്പറേറ്റ് ഗ്രൂപ്പ് ചെയ്യാം. ഇതിലേക്ക് ഒരുപാട് കണക്ഷൻസ് ആഡ് ചെയ്ത് പല വ്യത്യസ്ത തരത്തിലുള്ള നമുക്ക് ഇഫക്റ്റുകളൊക്കെ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. അപ്പോൾ ഇത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക, ഇതിൻ്റെ പേര് ജിയോമെട്രി നോട്ട്സ് എന്നാണ്. അതായത് ജിയോമെട്രി എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ബേസിക് ആയിട്ടുള്ള പ്രിമിറ്റീവ്സ് ആയിട്ടുള്ള ക്യൂബ്, സ്ഫിയർ അല്ലെങ്കിൽ നമ്മൾ മോഡൽ ചെയ്ത് വരുന്ന ഈ സംഭവങ്ങളെല്ലാം അത് നോഡ് വെച്ച് കൺട്രോൾ ചെയ്യാം എന്നുള്ള ഒരു സംഭവമാണ്. അതൊരു വലിയൊരു ഇൻവെൻഷൻ തന്നെയാണ്. അത് ബ്ലെൻഡറിനെ ആക്ച്വലി ഈ ഗ്രാഫിക്സ് അതുപോലെ നമ്മുടെ ടൈറ്റിൽ അനിമേഷൻ, ഈ പറയുന്ന അങ്ങനെയുള്ള VFX ഭാഗങ്ങളിലും ഈ സൈഫൈ അനിമേഷൻസിലും അങ്ങനെ ഒട്ടുമിക്ക നിരവധി മേഖലകളിൽ നമുക്ക് ഈ ഒരു നോഡ് ബേസ്ഡ് ആയിട്ടുള്ള ജിയോമെട്രി നോട്ട്സ് നന്നായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ വളരെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. എന്തായാലും നമുക്കിതിൻ്റെ കൂടുതൽ വിശദമായ കാര്യങ്ങൾ നമുക്കിതിൻ്റെ അടുത്ത പാർട്ടിൽ കാണാം. എന്തായാലും ഈ ചാനൽ കാണുന്ന എല്ലാവരോടും ഇത് നന്നായി പ്രാക്ടീസ് ചെയ്യുക. ബ്ലെൻഡറിൻ്റെ നിരവധി ഓപ്ഷനുകൾ നമ്മൾ പഠിച്ചാലും തീരാത്തത്ര പുതിയ ഓപ്ഷനുകൾ ഓരോ സമയവും പുറത്തിറങ്ങിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് അപ്ഡേറ്റ് ആയിരുന്നാൽ മാത്രമേ നമുക്ക് ഈ സോഫ്റ്റ്വെയറിനെ ഒന്ന് കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ടുമായി വീണ്ടും കാണാം.